നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. CPM വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും എളവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നൂർക്കുളത്ത് തുടക്കം. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. മേള ബുധനാഴ്ച സമാപിക്കും. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുന്നത്. വാർത്തകൾ വിശദമായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജിവെക്കേണ്ടി വന്നത്. ചൊവ്വാഴ്ച രാവിലെ 11:15 സെക്രട്ടറി മുൻപാകെ ജിയോ ഫോക്സ് രാജി സമർപ്പിച്ചത്. ഗുരുവായൂർ ACP പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസും പരിസരവും കനത്ത പോലീസ് കാവലിലായിരുന്നു. ഇതിനിടെ രാവിലെ 11:10 ഔദ്യോഗിക വാഹനത്തിൽ ജിയോ ഫോക്സ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് ഓഫീസിൽ പ്രവേശിച്ച് പ്രസിഡന്റിന്റെ ഓഫീസിലെത്തി കസേരയിലിരുന്നു. സെക്രട്ടറിയെയും മറ്റ് ജീവനക്കാരെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചു. പിന്നീട് സെക്രട്ടറിയുടെ ചേംബറിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് പുറത്തേക്കിറങ്ങിയ ജിയോ ഫോക്സിനെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി എന്നിവരുടെ നേതൃത്വത്തിൽ ഷോൾ അണിയിച്ച് ജിയോ ഫോക്സിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും ആവേശപൂർവ്വം നേതാക്കളും പ്രവർത്തകരും ചേർന്ന ജിയോ ഫോക്സിനെ കോൺഗ്രസ് ഓഫീസിലേക്ക് ആനയിച്ചു. തുടർന്ന് സ്വീകരണ സമ്മേളനവും നടന്നു. CPIM-ൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന് ജിയോ ഫോക്സ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായിരുന്ന ജിയോ ഫോക്സ് 21 വർഷം മുൻപാണ് CPIM-ലെത്തിയത്. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാവുകയും ചെയ്തു. പിന്നീട് ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അംഗമാവുകയും തുടർന്ന് 5 വർഷം പ്രസിഡന്റാവുകയും ചെയ്തു. കോൺഗ്രസിൽ ചേരുകയാണെന്ന പരസ്യ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ജിയോ ഫോക്സിനെ CPIM പ്രാഥമിക അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുറത്താക്കിയിരുന്നു. ഇതോടെയാണ് നീണ്ടനാളത്തെ പടലപ്പിണക്കങ്ങൾക്ക് വിരാമം വിട്ട് രാജിവെച്ച ശേഷം ജിയോ ഫോക്സ് മാതൃസംഘടനയിലേക്ക് മടങ്ങിയത്. CPIM വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്ന് തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും രാജി സമർപ്പിച്ച ശേഷം പഞ്ചായത്ത് ഓഫീസിന് പുറത്ത് മാധ്യമങ്ങളെ കണ്ട ജിയോ ഫോക്സ് പറഞ്ഞു. 21 വർഷകാലമായി CPM-ന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ടു പോവുകയായിരുന്നു. നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ശ്രമമാണ് തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 61 വർഷക്കാലമായി CPM ഭരിക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ വ്യത്യസ്തമായതും നൂതനമായിട്ടുള്ള പദ്ധതികൾ ഭരണസമിതി കൊണ്ടുവന്നു. 200 കോടി രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ കൈവരിക്കാൻ കഴിഞ്ഞു. ഒരു വലിയ ജനകീയ അടിത്തറ ഈ ഭരണസമിതിയുടെ ഭാഗമായി. ജിയോ ഫോക്സ് പറഞ്ഞു. നിരവധിയായിട്ടുള്ള മേഖലകളിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള
ഒരു ശ്രമമാണ് എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. തീർച്ചയായും 61 വർഷക്കാലമായി CPM ഭരിക്കുന്ന ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നൂതനമായതുമായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഭരണസമിതിയാണ് 200 കോടി രൂപയോടെ അടുത്തു വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വിവിധവും വ്യത്യസ്തവുമായ നൂതനവുമായ പദ്ധതികൾ നമ്മൾ കൈവരിക്കാനായത്. നേതൃത്വത്തിനു മുകളിൽ പോകാൻ ഒരു ജനകീയരെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെട്ടതിന്റെ ഭാഗമായി തനിക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. ഇത്രയും വലിയ വികസനം നടത്തിയ പഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിച്ചു. നേതൃത്വത്തിന്റെ മുകളിൽ പോകാൻ ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്, അത്തരത്തിലുള്ള അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. ഒരു വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള CPMന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്. ഇനി നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് മാതൃസംഘടനയിലേക്ക് പോകാൻ കാരണമെന്നും കോൺഗ്രസ് രക്തമുള്ള താൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു മാറ്റമുണ്ടായതെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ജിയോ ഫോക്സ് കൂട്ടിച്ചേർത്തു. ഒറ്റ കാര്യം എനിക്ക് തരാനുള്ള ഉറപ്പ്, ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തോടൊപ്പം നിന്നുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ മുന്നോട്ട് പോകും എന്ന് മാത്രമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി. ഇവിടെ നാട്ടിൽ വികസനം വേണമെങ്കിൽ കോൺഗ്രസേ പറ്റൂ. മറ്റുള്ളവർ ഇത്ര കാലം ഭരിച്ചിട്ടും പറ്റിയിട്ടില്ല. ഒരു കോൺഗ്രസ് ബ്ലഡുള്ള ഞാനോട് വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള കാര്യം മാറ്റില്ല. അപ്പം അതുകൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഈ നാട്ടിലെ വികസനമാണ്, നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കലാണ്. അതിന് കോൺഗ്രസ് വന്നേ പറ്റൂ. എവിടെയും ഇനി കോൺഗ്രസിന് സ്ഥാനമുള്ളൂ. എളവള്ളിയിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് ഇടതുമുന്നണിയുടെ ഭരണസമിതിയാണെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി എന്ന രീതിയിൽ ഒരാളെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ ശ്രമമുണ്ടായിട്ടില്ല. അധികാരദുരമൂത്ത നിലവിലെ പ്രസിഡന്റ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്തായതെന്നും ഹരിദാസൻ പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുത്താണ് അയാൾ CPM വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിക്കുന്നത്. അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചായിരുന്നു ആ അഭിമുഖം. തുടർന്നായിരുന്നു അനിവാര്യമായ അച്ചടക്ക നടപടിയുണ്ടായത്. TV ഹരിദാസൻ പറഞ്ഞു. നിലവിൽ പ്രസിഡന്റായിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുക്കുക. അതിനാണ് അദ്ദേഹം CPM വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിച്ചത്. അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചാണ് അത്തരത്തിലൊരു സമീപനം എടുത്തത്. ആ കാര്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതിന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം കൊടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി ആ സ്റ്റേറ്റ്മെന്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഉണ്ടായ കാര്യം. വികസന പ്രവർത്തനങ്ങൾ വ്യക്തിപരമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM എടുക്കുന്ന നയപരമായ തീരുമാനത്തിന്റെ ബലമാണ് ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM അവർ എടുക്കുന്ന ഘടകമെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഭരണസമിതി എന്ന നിലയിൽ ഏതൊരു ഭരണസമിതിയുടെയും ഉത്തരവാദിത്വം. അത് വ്യക്തിപരമായ ഒരു കഴിവായിട്ട് പാർട്ടി കാണുന്നില്ല. ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത് വരും, പക്ഷെ പാർട്ടി കാണുന്നില്ല. അത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എളവള്ളിയിൽ നടന്നത്. എളവള്ളി പഞ്ചായത്ത് ആദ്യമായല്ല, കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. തുടർ തെരഞ്ഞെടുപ്പിലും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഹരിദാസൻ കൂട്ടിച്ചേർത്തു. എളവള്ളി പഞ്ചായത്ത് ആദ്യമായിട്ടല്ല, കുറെ കാലങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഇനിയും ഈ 25-ൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവും അക്കാര്യത്തിലില്ല. ശക്തമായ നിലപാട് ജനങ്ങളിടയിൽ, ഇതിനെതിരായുള്ള വലിയ വികാരം ജനങ്ങളിടയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ പാർട്ടിയും ഇടതുപക്ഷവും ശക്തമായ രീതിയിൽ ഈ എളവള്ളിയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PA ഷൈൻ, BR സന്തോഷ് എന്നിവരും ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു.
മറ്റു വാർത്തകൾ. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നൂർക്കുളത്ത് തുടക്കമായി. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രീഷ്മ സനോജ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രേമ സിദ്ധാർത്ഥൻ, AEO സിന്ധു VB, സ്കൂൾ പ്രിൻസിപ്പൽ VS സന്തോഷ്, SMC ചെയർമാൻ PS അലി, PTA പ്രസിഡന്റ് V താജുദ്ദീൻ, അധ്യാപക കൂട്ടായ്മ കൺവീനർ പോളി ഫ്രാൻസിസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ PM ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുന്നൂർക്കുളം രാമരാജ UP സ്കൂൾ എന്നിവിടങ്ങളിലായിട്ടാണ് മേളകൾ നടക്കുന്നത്. 96 സ്കൂളുകളിൽ നിന്നായി 3350 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയ IT ഗണിത ശാസ്ത്രമേളകൾ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, സാമൂഹ്യ ശാസ്ത്രമേളകൾ പുന്നൂർക്കുളം രാമരാജ UP സ്കൂളിലുമായിട്ടാണ് നടക്കുക. പെരുമ്പിലാവിൽ കാറിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. പാതാക്കര സ്വദേശിയും 58 വയസ്സുള്ള കമ്പിയിൽ മുരളിക്കാണ് പരിക്ക്. കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറിടിച്ച് മുരളിയെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിന് രാമനെ എത്തിക്കുക. കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പൂരത്തിന് 13,33,333 രൂപയ്ക്ക് ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് പൂരാഘോഷ കമ്മിറ്റി രാമചന്ദ്രനെ ഏക്കത്തിനെടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ റെക്കോർഡാണ് ഇപ്പോൾ കൊങ്ങണൂർ ദേശം പഴങ്കഥയാക്കിയത്. ഫെബ്രുവരി 7-നാണ് അക്കിക്കാവ് പൂരം. ഇതേ സമയത്ത് തന്നെ ചീരംകുളം പൂരം വരുന്നതിനാൽ ചെമ്മണൂർ ഗ്രാമം പൂരാഘോഷ കമ്മിറ്റിയാണ് കൊങ്ങണൂർ ദേശത്തിനൊപ്പം ലേലത്തിൽ രാമനെ സ്വന്തമാക്കാൻ മത്സരിച്ചത്. രാവിലെ തെച്ചിക്കോട്ടുകാവ് ക്ഷേത്ര ഓഫീസിലായിരുന്നു ലേലം. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ സെക്രട്ടറി C സുമേഷിനെ ആദരിച്ചു. ഗുരുവായൂർ എമറാൾഡ് ഇന്നിൽ ACP സി പ്രേമാനന്ദകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥൻ മുഖ്യാതിഥിയായി. ഡൊമിനി വാഴപ്പള്ളി, KR സൂരജ്, ബദറുദ്ദീൻ, KP സുനിൽ, K അശ്വിൻ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമവും ഉണ്ടായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സാംസ്കാരികോത്സവം ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. എഴുത്തുകാരി സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും 95-2020 വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ, 8 പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ മേഖലയിലെ വനിതകൾ തുടങ്ങിയവർ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി. എല്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധങ്ങളായ കലാപരിപാടികളുടെ അവതരണം ഉണ്ടായി. തൻ്റെ ആത്മകഥയില് തുടക്കത്തിൽ എഴുതിയൊരു കാര്യമാണ്, ഞാന് ഈ അരി കഴുകുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴും കഷ്ണം നുറുക്കുമ്പോഴും എനിക്ക് എഴുതണം എന്നൊരു ചിന്ത വരികയായിരുന്നു. പക്ഷേ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുക്കളയുടെ ഉള്ളില് ഈ ഉപ്പും മറ്റേ ചായപ്പൊടിയും ഒക്കെ വയ്ക്കുന്ന പാത്രങ്ങളുടെ ഇടയിൽ ഒരു കടലാസും ഒരു പെൻസിലും വച്ചു, തോന്നുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുക്കളയിൽ പാകം ചെയ്തിട്ടും തൊട്ടിലാട്ടിയിട്ടും അങ്ങനെ ആ സമയത്തൊക്കെ എഴുതിയ നോവലാണ് അഗ്നിസാക്ഷി. നമുക്കിപ്പോ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അടങ്ങുന്ന പുരുഷന്മാർക്ക് അത് വലിയ ഉദാത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാം. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിട്ടാണ് അവര് ഇതൊക്കെ എഴുതിയത്. ഞമനങ്ങാട് മേഖലയിൽ ഇടിമിന്നലിൽ വീടിന് നാശം. ഫാൻ പൊട്ടിത്തെറിച്ചു വീടിന്റെ തറയുടെ ഒരു ഭാഗം അടർന്നുപോയി. ചുള്ളിപ്പാമ്പിൽ ഉന്നതിയിൽ താമസിക്കുന്ന കൊഴക്കി ജയന്റെ വീടിന്റെ തറയുടെ ഒരു ഭാഗം അടർന്നു പോവുകയും
വീട്ടിലെ ഫാൻ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. സംസ്ഥാന കായികമേളയിലേക്ക് ചുവടുവെച്ച് കളരിപ്പയറ്റ് വിജയികൾ. ഇടവേള കഴിഞ്ഞ് കാണാം ഈ വാർത്ത. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം, കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വാർത്തയിലേക്ക്. കാലങ്ങളായി തകർന്നു കിടക്കുന്ന തലക്കൂട്ടുകര കൈപ്പറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് KL പോൾസൺ അധ്യക്ഷനായി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് P മാധവൻ, ചിറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TO സെബി, ബൂത്ത് പ്രസിഡന്റ് KV വില്യംസ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം വാർഡ് നേതാക്കളായ അനിൽ കുയിലത്ത, ജോസഫ് കുറ്റിക്കാട്, ബൈജു KJ, പവൽ ജോർജ്, ജോഷുവ, ഹരിദാസൻ, സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 6 വർഷമായി ഈ പ്രദേശം ഇതുപോലെ കിടക്കുന്നു. 2010-15 കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളുടെ ജനപ്രതിനിധിയായി ഈ പ്രദേശം തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഈ പ്രദേശം തെരഞ്ഞെടുക്കപ്പെട്ട് ഈ റോഡ് മോശമായി വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പണം കൈമാറി. പ്രമുഖ കോൺഗ്രസ് നേതാവ് AY കുഞ്ഞുമൊയ്തുവിന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. പുന്നൂർക്കുളം ചമ്മന്നൂർ അറക്കൽ യൂസഫ് മകൻ യൂസഫ് മൊയ്തീൻ എന്ന AY കുഞ്ഞുമൊയ്തു 2 പതിറ്റാണ്ടോളം പുന്നൂർക്കുളത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്ത് നയിച്ച നേതാവായിരുന്നു. അനുസ്മരണ യോഗത്തിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹനൻ, DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വെട്ടിപ്പറമ്പിൽ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം AK സുബേർ, പുന്നൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആവേശം തീർത്ത് കുന്നംകുളത്ത് കളരിപ്പയറ്റ് മത്സരങ്ങൾ. സംസ്ഥാന കായികമേളയിലേക്ക് മത്സരിക്കാനുള്ള തൃശൂർ ജില്ലാ ടീമിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു കുന്നംകുളത്ത് ഈ ഇനത്തിൽ മത്സരം നടത്തിയത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരങ്ങളിൽ 150ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ചുവടുകൾ, മെയ്പ്പയറ്റ്, നെടുവടിപ്പയറ്റ് എന്നീ ഇനങ്ങളിലായി അണ്ടർ 17 ജൂനിയർ, അണ്ടർ 19 സീനിയർ, ആൺ-പെൺ വിഭാഗങ്ങളിലായിട്ടാണ് വിദ്യാർത്ഥികൾ കളത്തിലിറങ്ങിയത്. മേളയിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങാൻ വൈകിയത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ജില്ലാ കായികമേളയിലെ അത്ലറ്റിക്സ് ഗെയിംസ് ഇനങ്ങൾ പൂർത്തിയായതിനാൽ കളരിപ്പയറ്റിനത്തിൽ ഉപജില്ലാ മത്സരങ്ങൾ നടത്താതെ നേരിട്ടാണ് ജില്ലാതല മത്സരങ്ങൾ നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായി കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ജില്ലാ ഘടകമാണ് കുന്നംകുളത്തു നടന്ന മത്സരങ്ങൾ നിയന്ത്രിച്ചത്. ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം ലഭിച്ചവർക്കു മാത്രമാണ് സംസ്ഥാന തലത്തിൽ അവസരമുണ്ടാകുക. സംസ്ഥാന കായികമേളയിൽ കളരിപ്പയറ്റ് ഇനങ്ങൾ ഒക്ടോബർ 22-ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. കോതച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാദ്യകലാ സംഘത്തിൽ ചെണ്ടവാദനത്തിൽ പരിശീലനം പൂർത്തീകരിച്ച 11 വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തി. ക്ഷേത്രനടയിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങ് പ്രശസ്ത മദ്ദള വിദ്വാൻ കലാമണ്ഡലം കുട്ടിനാരായണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഊരാളൻ നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം കുട്ടിനാരായണൻ, ചെണ്ടവാദന പരിശീലകരായ ആലങ്കോട് മണികണ്ഠൻ, കോതച്ചിറ പ്രദീപ് എന്നിവരെ ആദരിച്ചു. CM വേണുഗോപാൽ, ജനാർദ്ദന വാര്യർ, V സന്തോഷ്, PP മണികണ്ഠൻ, സൂര്യ ഓടത്ത്, ഗോപിക രാജ്, വാർഡ് മെമ്പർ പ്രിയ സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശീലനം പൂർത്തീകരിച്ച 2 പെൺകുട്ടികളടക്കം 11 പേർ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, ജീവിതശൈലി രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, ജന്തുജന്യ രോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് ചൂണ്ടൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് നേതൃത്വം നൽകി. യോഗത്തിൽ പ്രധാന അധ്യാപിക PB സജിത അധ്യക്ഷയായി.
അധ്യാപകർ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. തുലാമാസത്തിലെ വാവുബലിയുടെ ഭാഗമായി ശിവക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവം ആഘോഷിച്ചു. ഉത്സവദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 8:30 ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവിയൂർ ചക്കനാത്ത് ഘളൂരിക ദേവീക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിച്ചു. ഗജരാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടംപേറ്റി. എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ വാദ്യമേളവുമുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 വടക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് 4 കല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും, തെക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30 ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തി. രാത്രി 8 തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ജനപ്രിയ നാടകം ലക്ഷ്മണരേഖ അരങ്ങേറി. മഹോത്സവത്തിന്റെ ഭാഗമായി വർണ്ണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാദവിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരന്നു. ഭാരവാഹികളായ ദിലീപ് കുമാർ പാലപ്പെട്ടി, വിനേദാസ് താമരശ്ശേരി, വിക്രമൻ താമരശ്ശേരി, വിശ്വനാഥൻ വാഘയിൽ, വാസു തറയിൽ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ ചേറ്റട്ടി അയ്യപ്പക്ഷേത്രത്തിൽ ഗണപതി ഹോമം, തിലഹോമം, സായുജ്യ പൂജ, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ക്ഷേത്രമേൽശാന്തി താഴത്തുപുരയ്ക്കൽ ഷാജി, അനൂപ് ശർമ്മ എന്നിവർ മുഖ്യകാർമ്മികരായി. ക്ഷേത്രം ഭാരവാഹികളായ KV നിർമ്മലൻ, PK ബിനു, TP ഭരതൻ, TG രതീഷ്, ഷിജോയ് താഴ്ശ്ശേരി, PA പ്രകാശൻ, മിഥുൻരാജ്, സുഭാഷ് ഇടവന, രജീഷ് തൊഴിയൂർ എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിയുടെ ഭാഗമായുള്ള ബലിതർപ്പണം ചൊവ്വാഴ്ച പുലർച്ചെ 3 ആരംഭിച്ചു. മൺമറഞ്ഞു പോയ തങ്ങളുടെ ഉറ്റവർക്കുള്ള സമർപ്പണമായ ബലിതർപ്പണം നടത്താൻ ധാരാളം പേരെത്തി. തിലഹോമവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ, സന്ദീപ് സന്തോഷ് എന്നിവർ കാർമ്മികരായി. കുന്നംകുളം സേവാഭാരതി പ്രവർത്തകരുടെ ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, ചന്ദ്രൻ പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴനി ചെറുതുരുത്തി തുപ്പേശ്വര ക്ഷേത്രത്തിൽ തുലാമാസ വാവുബലി ദർപ്പണത്തിനായി നിരവധി പേരാണ് എത്തിയത്. പുലർച്ചെ 3 മണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ദർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷത്തിനായുള്ള പ്രത്യേക വഴിപാടുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഗുരുപ്രഭാശ്രമം സെക്രട്ടറി അമയാനന്ദ സ്വാമികളും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി. വാവുബലി ദർപ്പണ കർമ്മത്തിനായി പെരുന്തട്ട ശിവക്ഷേത്ര പരിസരത്ത് വൻ ഭക്തജനമാണ് അനുഭവപ്പെട്ടത്. തർപ്പണ പ്രധാന ദിനത്തിൽ ക്ഷേത്രക്കുള പരിസരത്ത് പ്രത്യേകം ഒരുക്കിയ വിപുലമായ തർപ്പണ പന്തലിൽ പുലർച്ചെ 4:30 ആരംഭിച്ച് കാലത്ത് 9 മണിവരെ നീണ്ടുനിന്ന വാവുബലി തർപ്പണത്തിൽ 100 കണക്കിന് പേരാണ് പിതൃമോക്ഷ പ്രാപ്തിക്കായി പങ്കാളികളായത്. ആചാര്യ രാമകൃഷ്ണൻ ഇളയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തർപ്പണ ചടങ്ങുകൾ നടന്നത്. അനുബന്ധ വഴിപാടുകൾ ഷീട്ടാക്കുവാനും ക്ഷേത്രത്തിൽ സൗകര്യവും ഒരുക്കിയിരുന്നു. വിജയകുമാർ അകമ്പടി, ഹരി വടക്കൂട്ട്, അരവിന്ദാക്ഷ മേനോൻ കോങ്ങാട്ടിൽ, ഹരി കൂടത്തിങ്കൽ, K വിശ്വനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ ചുറ്റുമതിലും ഗേറ്റും വിദ്യാലയത്തിന് സമർപ്പിച്ചു. 8 ലക്ഷം രൂപ ചെലവിലാണ് ഗേറ്റും ചുറ്റുമതിലും നിർമ്മിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ PK രാധാകൃഷ്ണൻ, പ്രധാനാധ്യാപിക PK റംല തുടങ്ങിയവർ സംസാരിച്ചു. PT എക്സിക്യൂട്ടീവ് അംഗം ശാലിനി, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA കുന്നംകുളം മേഖലയുടെ 41ാം സമ്മേളനം നടന്നു. കുന്നംകുളം ടൗൺ ഹാൾ അങ്കണത്തിൽ രാവിലെ 9 മേഖലാ പ്രസിഡന്റ് PY റാഫി പതാക ഉയർത്തിയതോടെയാണ് AKPA കുന്നംകുളം മേഖലാ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. റാലി സമാപിച്ച ശേഷം ടൗൺ ഹാളിൽ ചേർന്ന പൊതുസമ്മേളനം AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തൂമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PY റാഫി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ലിജോ P ജോസഫ്, ജില്ലാ ട്രഷറർ സുനിൽ ബ്ലാക്ക്സ്റ്റോൺ, മേഖലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ, മേഖലാ സെക്രട്ടറി NM നൌഷാദ്, മേഖലാ ട്രഷറർ ജോജിൻ രാജ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി VR ഋഷി, UB പ്രബലൻ, രമേശ് കാളിയത്ത്, ഷാജി ലെൻസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ കമ്മിറ്റി അംഗം ജംഷീദ് വീനസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് 2025-26 വർഷത്തെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുത്തു.
പുതിയ ഭാരവാഹികളായി മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം പഴവൂർ, വൈസ് പ്രസിഡന്റ് മിൻഹാസ്, സെക്രട്ടറി NM നൌഷാദ്, ജോയിന്റ് സെക്രട്ടറി ജോമോൻ, ട്രഷറർ ജോജിൻ രാജ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി സലീം കല്ലൂർ, UB പ്രബലൻ, സുനിൽ വയലത്തൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. CPM നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതികൾക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്ര തുടരുന്നു. രണ്ടാം ദിവസം സമാപന സമ്മേളനം കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. MM നിഷാദ് അധ്യക്ഷനായി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, MK ജോസ്, K ഗോവിന്ദൻകുട്ടി, NK കബീർ, MM സലീം, രഘു കരിയനൂർ, KR രാധിക, മേഗി അലോഷ്യസ്, റീന വർഗീസ്, സുന്ദരൻ ചുറ്റണ്ട, സതി മണികണ്ഠൻ, അനിത വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എരുമപ്പെട്ടി പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ നടത്തിയ അന്ന് തുടങ്ങി വെച്ചതും അവസാനിച്ചതുമായ വികസന പ്രവർത്തനങ്ങളല്ലാതെ കഴിഞ്ഞ 5 വർഷങ്ങൾ പാർട്ടി, അതായത് CPM മാത്രം വികസിച്ച, ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും മാത്രം വികസിച്ച, CPM പാർട്ടി മാത്രം വികസിച്ച 5 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ ഭരണം CPMനെ ഏൽപ്പിച്ചു കൊടുത്ത ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടങ്ങൾ സമ്മാനിക്കുന്നതിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വലിയ പരാജയമാണെന്ന് ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും സംസാരിക്കുന്നുണ്ട് എന്നത്. പൈതൃകം ഗുരുവായൂർ നേതൃത്വത്തിൽ കുടുംബസംഗമവും വൈജ്ഞാനിക സദസ്സും സമാദരണവും സംഘടിപ്പിച്ചു. രുക്മണി റീജൻസിയിൽ നടന്ന ചടങ്ങ് കൊല്ലങ്കോട് ഹരിമേനോൻ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഇരുനിലങ്കോട് ജ്ഞാനാനന്ദ കുടീരം അധ്യക്ഷൻ സ്വാമി നിഖിലാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന PTA മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയായ ജയശ്രീ രവികുമാറിനെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. അഷ്ടപതി ഗുരുനാഥൻ, ജ്യോതിദാസ് ഗുരുവായൂർ, പൈതൃകം കലാക്ഷേത്ര നൃത്ത അധ്യാപിക സിന്ധു ജയൻ എന്നിവരെ ആദരിച്ചു. ഗുരുവായൂരിൽ അരങ്ങേറിയ വൈകുണ്ഠാമൃതം സംഘാടക സമിതി ഭാരവാഹികളെ ആദരിച്ചു. 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മണത്തല നെടിയേടത്ത് സിദ്ധാർത്ഥൻ സരസ്വതി ദമ്പതികളെ ചടങ്ങിൽ ആദരിച്ചു. പൈതൃകം സെക്രട്ടറി മധു K നായർ, കലാക്ഷേത്രം ചെയർമാൻ മണലൂർ ഗോപിനാഥ്, ജനറൽ കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ, K മോഹനകൃഷ്ണൻ, ശ്രീകുമാർ P നായർ, പ്രൊഫസർ നാരായണൻ നമ്പൂതിരി, മുരളി അകമ്പടി, ജയൻ K മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഫെഡറേഷൻ ഓഫ് തൊഴിലാളി യൂണിയൻ FITU വഴിയോര കച്ചവട ക്ഷേമനിധി കുന്നംകുളം ബ്ലോക്ക് തല കമ്മിറ്റി രൂപീകരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റായി MN സലാഹുദ്ദീനെയും സെക്രട്ടറിയായി KN നിഷാദിനെയും ട്രഷററായി TK ബാവയെയും തെരഞ്ഞെടുത്തു. KM നസീർ, ഫക്രുദ്ദീൻ എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ്. പെരുമ്പ്ലാവ് വെൽഫെയർ പോയിന്റിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. FITU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K അനീസ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. വഴിയോര കച്ചവടക്കാരെ മാഫിയകളായി ചിത്രീകരിക്കുന്നതും അധികൃതരുടെ ദ്രോഹ നടപടികളും നിർത്തിവെക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. JKS ഷോട്ടോ ജുക്കു ഇന്ത്യയുടെ നേതൃത്വത്തിൽ സൗത്ത് സോൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000ഓളം കുട്ടികൾ പങ്കെടുത്തു. ALP സ്കൂൾ പറക്കാട് 1ാം സ്ഥാനവും, പാവർട്ടി സെന്റ് ജോസ് പബ്ലിക് സ്കൂൾ 2ാം സ്ഥാനവും, നന്ദിക്കര രാമകൃഷ്ണ സ്കൂൾ 3ാം സ്ഥാനവും നേടി. പട്ടാമ്പി JKS കരാട്ടെ ഡോജോ ലെവൽ ഓവറോൾ ചാമ്പ്യന്മാരായി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. JK ഷോട്ടോ ഇന്ത്യയുടെ ടെക്നിക്കൽ ഡയറക്ടർ സെൻസൈ സുദീപ് T സിറിയക് അധ്യക്ഷനായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി. ഷോട്ടോ ജുക്കു ഇന്ത്യയുടെ പ്രസിഡന്റ് സെൻസൈ CK വിജയൻ, സെക്രട്ടറി ബിനു കുമാർ, രവീന്ദ്രൻ, ജോജോ, PI നെൽസൺ, KR രാജേഷ്, KP സുബേർ, KS ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പെരുമ്പ്ലാവ് സ്പോർട്ടീവോ യൂത്ത് കപ്പ് 2025 എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണെന്ന തലക്കെട്ടിൽ ചെറുമനങ്ങാട് റോയൽ ടർഫിൽ നടത്തിയ സൗഹൃദ ഫുട്ബോൾ മത്സരം ജീവകാരുണ്യ പ്രവർത്തകൻ M സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്പോർട്ടീവോ ക്ലബ് ഡയറക്ടർ അബ്ദുൽ ഫത്താഹ് അധ്യക്ഷത വഹിച്ചു. വാശിയേറിയ മത്സരത്തിൽ സ്പോർട്ടീവോ ഹാർമണി ടീം ജേതാക്കളായി.
സ്പോർട്ടീവോ ഫ്രണ്ട്ഷിപ്പ് ടീം 2ാം സ്ഥാനം നേടി. വിജയികൾക്ക് MA കമറുദ്ദീൻ ട്രോഫികൾ സമ്മാനിച്ചു. TA കാസിം, സ്പോർട്ടീവോ അസിസ്റ്റന്റ് മാനേജർ അബ്ദുൾ സമദ്, മലർവാടി ടീം ഇന്ത്യ പ്രതിനിധി MK ഷഹരിയാർ എന്നിവർ പങ്കെടുത്തു. ഹനീൻ പുളിക്കലാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. സൗഹൃദ മത്സരങ്ങൾക്കൊപ്പം വിവിധ ഫുട്ബോൾ പരിശീലനവും വിദ്യാർത്ഥികൾക്കായി വിവിധയിടങ്ങളിൽ ഒക്ടോബർ മാസത്തിൽ സംഘടിപ്പിക്കുന്നതായി ക്ലബ് ഡയറക്ടർ അബ്ദുൾ ഫത്തഹ അറിയിച്ചു. ദീപാവലി ദിനത്തിൽ ദീപം തെളിയിച്ച് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ ഗുരുവായൂർ മഞ്ജുളാൽ പരിസരത്ത് ഇന്ത്യയുടെ ഭൂപടം തീർത്ത് ചുറ്റും ചിരാതുകൾ പ്രകാശിപ്പിച്ച് നന്മ നിറഞ്ഞ നല്ല നാളെ തീർക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട് കൂട്ടായ്മ ദീപാവലി ദിനം ആഘോഷിച്ചു. കൂട്ടായ്മ മുതിർന്ന അംഗവും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ ശ്രീധരൻ മാമ്പുഴ തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് അധ്യക്ഷത വഹിച്ചു. ബാലൻ വാർനാട്ട് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഹരിദാസ് മമ്മിയൂർ, മുരളി അകമ്പടി, രവി വട്ടരങ്ങത്ത്, വി ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 97,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 180 രൂപ. ചർമ്മം കേച്ചേരി പെരുമണ്ണ് മേക്കാട്ടുകുളം ജേക്കബ് ഭാര്യ അന്ന നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. ജോൺസൺ, ജാൻസി, ഷൈനി, ഷിജു എന്നിവർ മക്കളാണ്. കേച്ചേരി കറപ്പം വീട്ടിൽ പരേതനായ നൂറുദ്ദീൻ നോബിൾ ഭാര്യ ഫാത്തിമ നിര്യാതയായി. ഖബറടക്കം പട്ടിക്കര ഖബർസ്ഥാനിൽ നടന്നു. പരേതനായ ആഷിഖ്, ശൈലേഷ്, റെജി, അജി, രഹന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് രാജിവെച്ചു. CPM-ൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് രാജി. പഞ്ചായത്ത് അംഗത്വവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. CPIM വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ്. പാർട്ടിയിൽ നിന്ന് തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും എലവള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. പഞ്ചായത്തിന്റെ വികസനം ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനത്തിന്റെ മികവാണെന്നും ആരുടെയും വ്യക്തിപരമായ മഹത്വവും നേട്ടവുമല്ലെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ. ചാവക്കാട് ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് പുന്നൂർക്കുളത്ത് തുടക്കം. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. മേള ബുധനാഴ്ച സമാപിക്കും. രാമരാജാവ് അക്കിക്കാവിന്റെ മണ്ണിൽ പൂരവിസ്മയം തീർക്കും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വീണ്ടും റെക്കോർഡ് ഏക്കത്തുക. 13,56,000 രൂപയുടെ ഏക്കത്തിന് കൊങ്ങണൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയാണ് അക്കിക്കാവ് പൂരത്തിലേക്ക് രാമനെ എത്തിക്കുക. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.